ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. സോ മക്കളെ, നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു തിരക്കിലൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ തിരക്കിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് 5 മിനിറ്റ് കൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ 5 മിനിറ്റ് കൊണ്ട് ഒരു 5 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നല്ലതല്ലേ? സോ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഏതാണ് ടോപ്പിക് അല്ലെങ്കിൽ ഏതാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നോക്കാം കേട്ടോ. സോ ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ ബിസിനസ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക് ആണ് എന്താണ് ബിസിനസ്, അതുപോലെ തന്നെ ബിസിനസിന്റെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. എന്താണ് ബിസിനസ് എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് നോക്കാം. എന്താണ് ബിസിനസ്? സോ നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കളെ, ബിസിനസ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി ഇൻ വിച്ച് പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ പർച്ചേസ്, പ്രൊഡക്ഷൻ ആൻഡ് ഓർ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് എ വ്യൂ ടു ഏൺ പ്രോഫിറ്റ്. സോ ബിസിനസ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. അവിടെ ആൾക്കാർ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇത്തരം ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് എൻഗേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് എ വ്യൂ ടു ഏൺ പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പർച്ചേസ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, സെയിൽ ആയിക്കോട്ടെ, ഗുഡ്സ് ആൻഡ് സർവീസസിൽ ഇവർ എൻഗേജ് ആവുന്നത്. സോ എന്താണ് ബിസിനസ്? അതിന്റെ മീനിങ് ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ബിസിനസിന്റെയും പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്ത് തന്നെയാണ്? ടു ഏൺ പ്രോഫിറ്റ്. സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യുക, ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ ബിസിനസിന്റെയും പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് പറയാൻ കുറച്ച് കാരണങ്ങളുണ്ട് ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം. ആ റീസൺസ് കൂടി നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് പ്രോഫിറ്റ് മെയിൻ എയിം ആവാനുള്ള കാരണങ്ങൾ എന്നുള്ളത്? ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ, പ്രോഫിറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ഇൻകം ഫോർ എ ബിസിനസ്മാൻ. ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ഏർണിങ്സ് അല്ലെങ്കിൽ ഒരു ഇൻകം എന്ന് പറയുന്നത് ആ ബിസിനസ്സിൽ നിന്നും ജനറേറ്റ് ആവുന്ന പ്രോഫിറ്റ് ആണ്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ബിസിനസ്. നമ്മുടെ ബിസിനസ് എല്ലായ്പ്പോഴും നമ്മൾ തുടങ്ങിയ ആ ഒരു സ്റ്റേജിൽ തന്നെ നിന്നാൽ പോരല്ലോ. ബിസിനസ് ഗ്രോത്ത് അച്ചീവ് ചെയ്യണം, ഡെവലപ്പ് ആവണം എന്നുണ്ടെങ്കിൽ എന്തായാലും അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കണം. പിന്നെയോ, ഇറ്റ് ഈസ് ദ റിവാർഡ് ഫോർ റിസ്ക് ബെയറിംഗ്. ബിസിനസ് എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? സോ ആ റിസ്ക് ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്ന ഒരു ബിസിനസ് മാനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന റിവാർഡ് ആണ് ആ ബിസിനസ്സിൽ നിന്നും ഉണ്ടാവുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദ യാർഡ് സ്റ്റിക് ഫോർ മെഷറിംഗ് ദ പെർഫോമൻസ് ഓഫ് ബിസിനസ്. നമ്മുടെ ബിസിനസിന്റെ പെർഫോമൻസ് നല്ലതാണോ അല്ലെങ്കിൽ വളരെ അടിപൊളിയായിട്ടാണോ പോകുന്നത്, കുറച്ച് താഴേക്കാണോ പോകുന്നത് എന്നുള്ളത് മെഷർ ചെയ്ത് നോക്കണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഒരു യാർഡ് സ്റ്റിക്, അളവ് കോലായിട്ടാണ് നമ്മൾ പ്രോഫിറ്റിനെ കാണുന്നത്. പിന്നെ ഫൈനലി നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രോഫിറ്റ് ഹെൽപ്പ് ടു ബിൽഡ് ഗുഡ് വിൽ ഫോർ ദ ബിസിനസ് കൺസേൺ. നമ്മുടെ ബിസിനസ്സിന് ഗുഡ് വിൽ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ആര്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും റീസൺ കൊണ്ടാണ് ഏതൊരു ബിസിനസിന്റെയും പ്രൈമറി ഒബ്ജക്റ്റീവ് ഏൺ പ്രോഫിറ്റ് എന്നുള്ളത് ആയത്. ക്ലിയർ ആണല്ലോ? സോ ഇനി നമുക്ക് നോക്കാം ബാക്കി മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ഏതൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് മാർക്കറ്റ് സ്റ്റാൻഡിങ്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കും. സോ അവരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കണം. മാർക്കറ്റിൽ നല്ലൊരു സ്ട്രോങ് പൊസിഷൻ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെ? ബൈ ഓഫറിംഗ് കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല നല്ല പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് മാർക്കറ്റിൽ കോമ്പറ്റീറ്റേഴ്സിനെ കടത്തി വെട്ടിയിട്ട് ഒരു നല്ല പൊസിഷൻ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് ഏതൊരു ബിസിനസിന്റെയും ഒബ്ജക്റ്റീവ് ആണ്. അതിനെയാണ് നമ്മൾ മാർക്കറ്റ് സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ നിന്ന് പോകാൻ പറ്റണം. ആൻഡ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്നോവേഷൻസ്. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. ഏതൊരു ബിസിനസിന്റെയും എയിം ആണ് അത് അല്ലെ? എന്താണ്? കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പുതിയ പുതിയ പ്രോഡക്ട്സുകൾ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ പുതിയ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുക, പുതിയ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. ഇങ്ങനെ ന്യൂ ഐഡിയാസ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇന്നോവേഷൻസ് കൊണ്ടുവരിക എന്നുള്ളത് ഏതൊരു ബിസിനസിന്റെയും ഒരു ഒബ്ജക്റ്റീവ് ആണ്. ആൻഡ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. അതായത് ബിസിനസിന് എല്ലായ്പ്പോഴും ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ് അത്യാവശ്യമാണ്. ഫണ്ടും ആവശ്യമാണ്, അതുപോലെ തന്നെ ഫിസിക്കൽ റിസോഴ്സസ്, റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ മാനേജീരിയൽ എബിലിറ്റി, ഇത്തരത്തിലുള്ള കാര്യങ്ങളും ആവശ്യമാണ്. സോ ഇതൊക്കെ നമുക്ക് റീസണബിൾ കോസ്റ്റിന് അതുപോലെ തന്നെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കിട്ടണം എന്നുള്ളതും കൂടി ഏതൊരു ബിസിനസിന്റെയും ഒബ്ജക്റ്റീവ് ആണ്. ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഏർണിംഗ് പ്രോഫിറ്റ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളത് ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് ആണ്, അതിവിടെയും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ, മാനേജർ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് ഏതൊരു ബിസിനസിന്റെയും പിന്നെ വരുന്ന ഒരു ലക്ഷ്യമാണ് എന്ത്? നമ്മുടെ മാനേജേഴ്സിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക. എങ്ങനെയാണ്? ത്രൂ മോട്ടിവേറ്റിംഗ് ദം, ഗിവിംഗ്
ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. നമ്മൾ മാനേജേഴ്സിന് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരുടെ എഫിഷ്യൻസി വീണ്ടും വീണ്ടും കൂട്ടുക. അതുവഴി നമ്മുടെ ബിസിനസ്സിൽ നല്ല നല്ല കാര്യങ്ങൾ, അതായത് പെർഫോമൻസ് ഇംപ്രൂവ് ആവുക, പ്രോഫിറ്റ് കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ. സോ ദീസ് ആർ ദ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. അപ്പൊ നമ്മൾ ഈ ഒരു 5 മിനിറ്റിൽ ബിസിനസിന്റെ മീനിങ് എന്താണ്, ബിസിനസിന്റെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് പോയി. സോ ഈ ഒരു ടോപ്പിക് കൂടി നിങ്ങൾ പഠിക്കുമ്പോൾ ഉൾപ്പെടുത്താൻ മസ്റ്റ് ആയിട്ട് 5 മാർക്ക് നമുക്ക് നേടാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സിന്റെ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ ഒട്ടും മറക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച്.